ഫാഷൻ ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു എന്താ പറയണ്ട ഒരു അടി കഴിഞ്ഞിട്ട് വരുന്ന മാതിരിയാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇവിടെ പച്ചക്കറി എടുക്കാൻ പോയത്. ഞാൻ രാവിലെ തന്നെ നമ്മളെ കടയിലേക്ക് പച്ചക്കറി എടുക്കാൻ വേണ്ടി നമ്മളെ കമ്പിൽ ടൗണിൽ പോയതാണ്. കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി പഞ്ചായത്തിലെ കമ്പിൽ ടൗണിൽ പോയതാണ്. പിന്നെ പച്ചക്കറി എടുക്കാൻ വേണ്ടി പോയതാണ്. പച്ചക്കറി എടുക്കാൻ വേണ്ടി ഇതേമാതിരി നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ്. പുറത്തുനിന്ന് നമ്മളിങ്ങനെ പെട്ടീന് തക്കാളി വാരി സഞ്ചിയിലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കുട്ടീനെയും കൂട്ടിയിട്ട് കുട്ടീൻ്റെ ഉമ്മ വരുന്നത്. പിന്നെ വണ്ടിയിൽ സ്കൂൾ വണ്ടിയിലേക്ക് ആക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് രണ്ട് നായ്കൾ വന്നിട്ട് അടി കഴിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ മേക്കേക്ക് പാഞ്ഞ് കയറി. ആ പാഞ്ഞ് കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ആ സൈഡിൽ ആ പച്ചക്കറി വാങ്ങുന്നതുകൊണ്ട് ആ സൈഡിൽ നിന്ന് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം കുട്ടീൻ്റെ മേലേക്ക് ചാടി പോയാലും നമ്മൾ എൻ്റെ കയ്യിൽ ഈ സഞ്ചി ഉണ്ടായി, ഞാൻ സാധനമെടുത്ത് ഈ സഞ്ചി ഉണ്ടായി. സഞ്ചി കൊണ്ട് രണ്ട് നായിനെ രണ്ട് തെളിക്കലൊഴിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ പക്ഷേ പാർട്ടിക്കാരില്ല, നമ്മളെ മുന്നിലൊരു ചെറിയ കുട്ടിയാണ് നിൽക്കുന്നത്. ആ ചെറിയ കുട്ടീൻ്റെ ജീവൻ നമ്മളെ ജീവനെക്കാട്ടി ആ ചെറിയ കുട്ടീൻ്റെ ജീവനാണ് വലുതെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നേരെ നായിൻ്റെ അടുത്തേക്ക് വാങ്ങി. ഒരാൾ കയ്യിലൊരു ട്രേ ഉണ്ടായിരുന്നു. ആ ട്രേ തക്കാളി എടുക്കുന്ന ട്രേ ഉണ്ടായിരുന്നു. ആ ട്രേ വെച്ചിട്ട് ഒരൊറ്റ എറിഞ്ഞുകൊണ്ട് ട്രേ അടക്കം പൊട്ടിയിട്ട് നായി ഓടിയോണ്ട് തൽക്കാലം ആ കുട്ടി രക്ഷപ്പെട്ടു. ഇത് ഒരു സംഭവം മാത്രമല്ല, ഇത് ഒരുപാട് സംഭവം നമ്മുടെ നാട്ടിൽ പല ആൾക്കാർ ഇതേപോലെ നായി കടിച്ചിട്ട് ഇവിടെ ഒരു സുഖമായി തന്നെ ഇവിടുന്ന് ഈ കടയിലേക്ക് വന്നിട്ട് സാധനം മേടിച്ച് പോകുന്ന ഒരു പെണ്ണുങ്ങളെ നായി വയലിൽ വെച്ചിട്ട് നായി കടിച്ച് പറിച്ച് കാലിനെല്ലാം കടിച്ച് പറിച്ചിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ആ പെണ്ണുങ്ങൾ കിടപ്പിലായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സംഭവം ഇവിടെ തന്നെ കുട്ടികളെ അങ്ങനെ മദ്രസയിൽ നിന്ന് വരുന്ന വഴിക്കുന്ന പിന്നെ ഒരു കുട്ടീനെ ആടന്ന് ഓടിച്ച നായിയാണ് ഈടെ വന്ന് കുട്ടി ഓടി എൻ്റെ കടേൻ്റെ ഉള്ളിലേക്ക് കയറിയോണ്ട് കുട്ടി രക്ഷപ്പെട്ടു. അതും എന്നിട്ട് നായി പോകുന്നില്ല. ഇവിടെ ചായ കുടിക്കാൻ വരുന്ന ഒരാൾ ചായ എടുത്തിട്ട് നായിൻ്റെ മേക്കേക്ക് മറിച്ചുകൊണ്ടാണ് പിന്നെ നായി തിരിഞ്ഞോടിയത്. അത്രയും ഭയങ്കര വിഷമാണ് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. അംഗൻവാടിയിൽ തന്നെ ഇപ്പം വളരെ വിരലിൽ എണ്ണാൻ പറ്റുന്ന കുട്ടികൾ മാത്രമേ നമ്മൾ അംഗൻവാടിയിലേക്ക് ഇപ്പം വരുന്നുള്ളൂ. കാരണം പേടിച്ചിട്ട് എല്ലാവർക്കും അവരവരെ കുട്ടികളെ കടിക്കുന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ട്. അതിപ്പോൾ നമ്മളായാലും നമ്മളെ കുട്ടികളെ അയക്കാൻ ഭയക്കും. കാരണം അത്രയും നായികളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാട്ടിൽ പിന്നെ വിലസിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അത്രയും വിഷമകരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ പിന്നെ എനിക്കൊരു പ്രേരണയുണ്ടായത്. കാരണം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ എങ്ങനെയും പറ്റുന്നില്ല. അത്രയും ഇപ്പോൾ ഇവിടെ നാട്ടിലൂടെ ആൾ പോകുന്നത് തന്നെ കയ്യിലൊരു വടിയോ എടുത്തിട്ടാണ്. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആടുന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പോകണമെങ്കിൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണമെങ്കിൽ ഉമ്മമാരെ കയ്യിലെല്ലാം വടി, നിർബന്ധമായിട്ടൊരു വടി, ഇരുമ്പിൻ്റെ വടിയോ അല്ലെങ്കിൽ വെറുതെങ്കിലായിട്ട് കയ്യിൽ കരുതാണ്ട് നമുക്ക് സ്കൂളിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ കടകളിലേക്കോ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് അധികൃതരിലേക്ക് എത്തുന്നവരെ എല്ലാവരും ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇതിലിപ്പോൾ ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പട്ടികൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് പിന്നെ നമ്മൾ ചെറിയ കുട്ടികളാണ്. അവരെ കയ്യിലുള്ള ബാഗ് ഇവർ ഈ ബാഗും കുടയെല്ലാം ആട്ടിയിട്ട് പോകുന്ന കാണുമ്പോൾ ഇവർ ഓടി വന്നിട്ട് ഇത് പിടിക്കുകയും കടിക്കുകയെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനിടെ തന്നെ നമ്മൾ ഇവിടെ ഒരു നായി ഇറങ്ങിയ സമയത്ത് നമ്മൾ സ്കൂളിന് കാവൽ പോയി. നമ്മൾ നേരെ തൊട്ട് മുന്നിൽ സ്കൂളാണ്. സ്കൂളിന് നമ്മൾ കാവൽ കുട്ടികളെ വിട്ടിട്ട് അവരെ വീട്ടിലെത്തിക്കുന്നവരെ നമ്മൾ ഈ സ്കൂളിന് കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയും വിഷമകരമാണ് നമ്മളവസ്ഥ. ആ കുട്ടീൻ്റെ പിറകിൽ പാഞ്ഞിട്ട് കടിച്ച നായികളാണ് രണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് അടുത്തോട്ട് പോകാൻ തന്നെ പേടിയുണ്ട്. കാരണം ഏത് സമയത്ത് നമ്മളെ ആക്രമിക്കാമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സൂം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത്. പഞ്ചായത്തുകാർ കണ്ടാലും ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കില്ല. കാരണം അത്ര പറഞ്ഞിട്ട് ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും ഒരു ഇത് നീക്കുപോക്ക് ഉണ്ടാവുന്നുള്ളൊരു മറ്റൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്.